يا حامل القرآن قد خصك الرحمن بالفضل والتيجان والروح والريحان يا حامل القرآن قد خصك الرحمن بالفضل والتيجان والروح والريحان يا دائم الترتيل للذكر بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم إن زلزلة الساعة شيء عظيم يوم ترونها تذهل كل مرضعة عما أرضعت وتضع كل ذات حمل حملها وترى الناس سكارى وما هم بسكارى ولكن عذاب الله شديد. മനുഷ്യരെ, നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനെ സൂക്ഷിക്കുക. തീർച്ചയായും ആ അന്ത്യസമയത്തെ പ്രകമ്പനം ഭയങ്കരമായ ഒരു കാര്യം തന്നെയാകുന്നു. നിങ്ങൾ അത് കാണുന്ന ദിവസം ഏതൊരു മുല കൊടുക്കുന്ന മാതാവും താൻ മുലയൂട്ടുന്ന കുഞ്ഞിനെപ്പറ്റി അശ്രദ്ധയിലായി പോകും. ഗർഭവതിയായ ഏതൊരു സ്ത്രീയും തന്റെ ഗർഭത്തിലുള്ളത് പ്രസവിച്ചു പോകുകയും ചെയ്യും. ജനങ്ങളെ മത്തുപിടിച്ചവരായി നിനക്ക് കാണുകയും ചെയ്യാം. യഥാർത്ഥത്തിൽ അവർ ലഹരി ബാധിച്ചവരല്ല, പക്ഷേ അല്ലാഹുവിന്റെ ശിക്ഷ കഠിനമാകുന്നു. അന്ത്യദിനത്തിന്റെ അടയാളങ്ങൾ. ഈ പ്രപഞ്ചം എക്കാലവും ഇങ്ങനെ തന്നെ നിലനിൽക്കുമെന്നാണ് ചരിത്രാതീത കാലം തൊട്ട് മനുഷ്യൻ ചിന്തിച്ചു പോന്നത്. ഈ അബദ്ധമാണ് ഭൗതികവാദ ഗ്രീക്ക് തത്വചിന്തയുടെയും ഈജിപ്തിലെയും സുമേറിയയിലെയും പോളിത്തിസ്റ്റ് മതങ്ങളുടെയും നട്ടെല്ലായി രൂപപ്പെട്ടത്. ഇത്തരമൊരു അന്ധവിശ്വാസത്തിന്റെ പ്രധാന കാരണം ഭൂരിഭാഗം ആളുകളും ദൈവിക മതത്തിലെ സത്യത്തെക്കുറിച്ച് അജ്ഞരായിരുന്നു, അല്ലെങ്കിൽ അവർ അതിനെ അവഗണിച്ചിരുന്നു എന്നതാണ്. അന്നത്തെ ജനങ്ങളിൽ അത്തരമൊരു തെറ്റിദ്ധാരണ രൂപപ്പെടുന്നതിൽ പരിമിതമായ ശാസ്ത്ര സാങ്കേതികത ഒരു പ്രധാന കാരണമായിരുന്നിരിക്കണം. എന്നാൽ ഇന്ന് ഈ പ്രപഞ്ചത്തിന് ഒരു ആരംഭമുണ്ടായിരുന്നുവെന്നും ഭാവിയിൽ ഒരു അന്ത്യം സംഭവിക്കുമെന്നും ശാസ്ത്രീയമായി സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. 1400 വർഷങ്ങൾക്ക് മുമ്പ് അവതരിപ്പിക്കപ്പെട്ട ഖുർആനിൽ ഈ വലിയ സത്യം വളരെ വ്യക്തമായി പ്രതിപാദിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. وأن الساعة آتية لا ريب فيها وأن الله يبعث من في القبور. അന്ത്യസമയം വരിക തന്നെ ചെയ്യും, അതിൽ യാതൊരു സംശയവുമില്ല. ഖബറുകളിലുള്ളവരെ അല്ലാഹു ഉയർത്തെഴുന്നേൽപ്പിക്കുകയും ചെയ്യും. وما خلقنا السماوات والأرض وما بينهما إلا بالحق وإن الساعة لآتية فاصفح الصفح الجميل. ആകാശങ്ങളും ഭൂമിയും അവ രണ്ടിനും ഇടയിലുള്ളതും യുക്തിപൂർവകമായല്ലാതെ നാം സൃഷ്ടിച്ചിട്ടില്ല. തീർച്ചയായും
അന്ത്യസമയം വരുക തന്നെ ചെയ്യും. അതിനാൽ നീ ഭംഗിയായി മാപ്പ് ചെയ്തു കൊടുക്കുക. ബില്യൺ കണക്കിന് വർഷങ്ങളായി തുടർന്നു പോരുന്ന ലോകക്രമം തീർച്ചയായും സർവസൃഷ്ടാവായ ദൈവത്തിന്റെ സൃഷ്ടിപ്പ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവന്റെ ഒരൊറ്റ ആജ്ഞയിൽ ഈ ക്രമത്തിന് അന്ത്യം കുറിക്കുക തന്നെ ചെയ്യും. അവൻ തീരുമാനിച്ച സന്ദർഭത്തിൽ അന്ന് ഈ പ്രപഞ്ചവും അതിലുള്ള എല്ലാ ജന്തുജാലങ്ങളും ചെറുതും വലുതുമായ എല്ലാം തകർന്നു തരിപ്പണമാവുക തന്നെ ചെയ്യും. അന്ത്യദിനത്തെക്കുറിച്ചുള്ള ആഹ്വാനത്തോടൊപ്പം ആ സംഭവത്തിന്റെ ഓരോ ഘട്ടങ്ങളും വളരെ വിശദമായി തന്നെ വിശുദ്ധ ഖുർആനിലുണ്ട്. ആകാശങ്ങൾ പിളർന്ന് വേർപെടുന്ന സമയം, സമുദ്രം കത്തിച്ചാമ്പലാകുന്ന സന്ദർഭം, പർവ്വതങ്ങൾ പറിച്ചെറിയുകയും ചിന്നിച്ചിതറുകയും ചെയ്യുന്ന സന്ദർഭം, സൂര്യൻ കെടുത്തപ്പെടുകയും ചെയ്യുന്ന സന്ദർഭം. ഈ പ്രപഞ്ചം ഇതിനു മുമ്പ് അഭിമുഖീകരിച്ചിട്ടില്ലാത്തത്രയും ദാരുണമായ ഒരു സംഭവമായിരിക്കും ലോകാവസാനം എന്നത്. ചരിത്രത്തിന്റെ എല്ലാ കാലത്തും അനിവാര്യമായ ലോകാവസാനം ജനങ്ങളെ താൽപര്യം ജനിപ്പിച്ചിട്ടുണ്ടെന്ന് വിശുദ്ധ ഖുർആനിലെ വിവിധ സൂക്തങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അന്ത്യവിധി ദിനത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ ജനങ്ങൾ ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു. يسألونك عن الساعة أيان مرساها قل إنما علمها عند ربي لا يجليها لوقتها إلا هو ثقلت في السماوات والأرض لا تأتيكم إلا بغتة يسألونك كأنك حفي عنها قل إنما علمها عند الله قل إنما علمها عند الله ولكن أكثر الناس لا يعلمون. അന്ത്യസമയത്തെപ്പറ്റി അവർ നിന്നോട് ചോദിക്കുന്നു. അതെപ്പോഴാണ് വന്നെത്തുന്നതെന്ന് പറയുക. അതിനെപ്പറ്റിയുള്ള അറിവ് എന്റെ രക്ഷിതാവിങ്കൽ മാത്രമാണ്. അതിന്റെ സമയത്ത് അത് വെളിപ്പെടുത്തുന്നത് അവൻ മാത്രമാകുന്നു. ആകാശങ്ങളിലും ഭൂമിയിലും അത് ഭാരിച്ചതായിരിക്കുന്നു. പെട്ടെന്നല്ലാതെ അത് നിങ്ങൾക്ക് വരികയില്ല. നീ അതിനെപ്പറ്റി ചുഴിഞ്ഞന്വേഷിച്ച് മനസ്സിലാക്കിയവനാണെന്ന മട്ടിൽ നിന്നോടവർ ചോദിക്കുന്നു. പറയുക, അതിനെപ്പറ്റിയുള്ള അറിവ് അല്ലാഹുവിങ്കൽ മാത്രമാണ്. പക്ഷേ അധികം ആളുകളും കാര്യം മനസ്സിലാക്കുന്നില്ല. യുദ്ധവും അരാജകത്വവും. അന്ത്യദിനം അടുത്തുവരുമ്പോൾ ധാരാളം ആളുകൾ കൊല്ലപ്പെടുന്നു. ബുഖാരി. ധാരാളം രക്തച്ചൊരിച്ചിലില്ലാതെ അന്ത്യദിനം എത്തുകയില്ല. മുസ്ലിം. ചരിത്രത്തിലുടനീളം ജനവിഭാഗങ്ങൾ തമ്മിലുള്ള പോരാട്ടമുണ്ടായതായി നമുക്ക് കാണാവുന്നതാണ്. എന്നാലും 20-ാം നൂറ്റാണ്ട് വരെ ഇത്തരം പോരാട്ടങ്ങൾ താരതമ്യേന പ്രാദേശികവും ചെറിയ തോതിലും ഉള്ളവയായിരുന്നു. എന്നാൽ മനുഷ്യ സമൂഹം മുഴുവനും ഉൾപ്പെട്ട യുദ്ധങ്ങൾ 20-ാം നൂറ്റാണ്ടിൽ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. ലക്ഷക്കണക്കിന് ആളുകളുടെ മരണത്തിനിടയാക്കിയ, വീടില്ലാത്തവരാക്കിയ, പ്രിയപ്പെട്ടവർ നഷ്ടപ്പെട്ട, അനാഥരും അഭയാർത്ഥികളുമാക്കിയ 1ഉം 2ഉം ലോകമഹായുദ്ധങ്ങൾ. ാം നൂറ്റാണ്ട് കടന്നു വന്നത് തന്നെ യുദ്ധങ്ങൾ കൊണ്ടാണ്.
കൂടുതൽ കൂടുതൽ ഭീകരമായ യുദ്ധമുഖങ്ങൾ സമ്മാനിച്ചുകൊണ്ട് കടന്നു പോവുകയും ചെയ്തു. കൊറിയൻ യുദ്ധം, വിയറ്റ്നാം യുദ്ധം, അറബ് ഇസ്രായേൽ യുദ്ധം, ഇറാൻ ഇറാഖ് യുദ്ധം, ഗൾഫ് യുദ്ധം, ബോസ്നിയ, ഫലസ്തീൻ, ചെച്നിയ, അഫ്ഗാനിസ്ഥാൻ. ആധുനിക പ്രതിരോധ തന്ത്രങ്ങൾ കൂടുതൽ കൂടുതൽ മെച്ചപ്പെടുത്തിയതനുസരിച്ച് യുദ്ധങ്ങളുടെ അനന്തരഫലങ്ങൾ കൂടുതൽ ഭീകരമായിക്കൊണ്ടിരിക്കുകയാണ്. ജൈവ രാസ അണ്വായുധങ്ങളുടെ കൂടിവരുന്ന ഉപയോഗം ഭീകരമായ കൂട്ടക്കൊലകളിലേക്കാണ് നയിക്കുന്നത്. മാത്രമല്ല 20-ാം നൂറ്റാണ്ടിൽ രക്തരൂക്ഷിതവും തീവ്രവുമായ കലാപങ്ങളും അധികരിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. വർഗവിവേചനം ലക്ഷ്യം വെച്ചും ആശയാദർശ അജണ്ടയുടെയും പേരിൽ രൂപം കൊണ്ട സംഘടനകളുടെ പ്രവർത്തനങ്ങൾ കൊണ്ടും ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെടുകയോ അംഗഭംഗം സംഭവിച്ചരാവുകയോ ചെയ്യുന്നു. ലോകത്തിന്റെ ഇന്നത്തെ ഈ അവസ്ഥ ഹദീസുകളിൽ വിശദീകരിച്ച അന്ത്യവിധി ദിനത്തിന്റെ കാലഘട്ടത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുന്നു എന്നതിന് പ്രധാന തെളിവുകളിലൊന്നായി നമുക്ക് കണക്കാക്കേണ്ടിയിരിക്കുന്നു. മേൽപ്പറഞ്ഞ ഭാഗത്ത് യുദ്ധതന്ത്രങ്ങളിലെ പുതിയ കണ്ടുപിടുത്തങ്ങൾ മനുഷ്യരാശിക്കുമേൽ ഏൽപ്പിച്ച കടുത്ത ആഘാതങ്ങളെക്കുറിച്ച് നാം വിവരിച്ചു. അതുപോലെ ഭീകരമായ അനുഭവം തന്നെയാണ് നമ്മുടെ മഹാനഗരങ്ങൾക്കും സംഭവിച്ചത്. അണുവായുധങ്ങൾ, അത്യുഗ്രമായ സ്ഫോടന ശക്തിയുള്ള ബോംബുകൾ, ലേസർ നിർമ്മിത മിസൈലുകൾ തുടങ്ങിയ മാരകായുധങ്ങൾ അടുത്ത കാലത്താണ് ഉപയോഗിക്കാൻ തുടങ്ങിയത്. ഇത്തരം മാരകായുധങ്ങൾ ലോകത്തിലെ തന്നെ മുമ്പൊരിക്കലും കണ്ടിട്ടില്ലാത്ത പല പ്രധാന നിർമ്മിതികളുടെയും തകർച്ചയ്ക്ക് കാരണമായി. ആറ്റം ബോംബിന്റെ ഉപയോഗം ജപ്പാനിലെ 2 വലിയ നഗരങ്ങളെ ഈ ഭൂമുഖത്തിൽ നിന്ന് തന്നെ അപ്രത്യക്ഷരാക്കി. തുടരെയുള്ള ബോംബാക്രമണങ്ങൾ യൂറോപ്യൻ നഗരങ്ങളെ ഭൂമിക്കടിയിലേക്ക് താഴ്ത്തിക്കളഞ്ഞു. 20-ാം നൂറ്റാണ്ടിലെ എണ്ണമറ്റ യുദ്ധങ്ങളിലെ സമാനതകളില്ലാത്ത തകർച്ചയ്ക്ക് ചരിത്രം സാക്ഷിയായി. ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന കേന്ദ്രങ്ങളിലെ തകർച്ച വെറും മനുഷ്യകരങ്ങളിൽ നിന്ന് മാത്രമുള്ളതല്ല. ചില പ്രധാന നഗരങ്ങൾ തുടച്ചുമാറ്റപ്പെട്ടത് പ്രകൃതി ദുരന്തങ്ങൾ മൂലമാണ്. ഭൂമികുലുക്കം, പ്രകൃതിക്ഷോഭം, ചുഴലിക്കൊടുങ്കാറ്റ് തുടങ്ങിയവയും ചില പ്രദേശങ്ങൾക്ക് വളരെ വലിയ നഷ്ടങ്ങൾ വരുത്താൻ കാരണമായിട്ടുണ്ട്. ഈ ഒരവസരത്തിൽ ശാസ്ത്രജ്ഞർ ഒരു വിസ്മയവഹമായ സത്യം വെളിപ്പെടുത്തുന്നു. നമ്മുടെ കാലം അവിശ്വസനീയമായ വിധത്തിൽ പ്രകൃതി ദുരന്തങ്ങളുടെ തോതിലും എണ്ണത്തിലും വർധനവുണ്ടായതിന് സാക്ഷിയായിട്ടുണ്ട്.